ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കണ്ടു. പല മേജർ റിവ്യൂവേഴ്സ് നെഗറ്റീവ് കൊടുത്തു. എനിക്കത് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ഹാഫ് പറയുന്നത് ഫുൾ കോമഡിയാണ്, പഴയ ദിലീപിനെ കാണാം. സെക്കൻഡ് ഹാഫ് പറഞ്ഞാൽ നല്ലൊരു മെസ്സേജാണ് സോഷ്യൽ മീഡിയയെക്കുറിച്ച്. അത് പലതും കണ്ടപ്പോൾ എനിക്ക് പെരേരയായിട്ട് സാമ്യം തോന്നി. നടക്കുന്ന കാര്യങ്ങളാണ്. ധ്യാൻ ചെറിയ റോളാണെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ നല്ലൊരു പടം മോശമാണെന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ദിലീപിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. തുടർമൺ സിനിമയിൽ ലാലേട്ടൻ തിരിച്ചു വന്നു, അതേപോലെ പ്രിൻസ് ഫാമിലിയിൽ ദിലീപ് തിരിച്ചു വന്നു. നിങ്ങൾ റിവ്യൂ കണ്ട് പടം കാണാതിരിക്കരുത്. ഇപ്പം ഞാൻ ആദ്യം റിവ്യൂ കുറച്ച് പേര് മോശം പറഞ്ഞപ്പോൾ കാണേണ്ട വിചാരിച്ചിരുന്നതാണ്. പക്ഷെ കണ്ടപ്പോൾ നല്ല മൂവിയാണ്, നല്ല തിരക്കുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ചിരിക്കാനുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് ഹാഫിലുള്ള പുള്ളിയുടെ ചില കാര്യം കണ്ടപ്പോൾ എനിക്കും സിമിലായിട്ട് തോന്നി. കാരണം എനിക്ക് സിമിലായിട്ട് തോന്നി. എല്ലാവരും തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്, എല്ലാ ആർട്ടിസ്റ്റും നന്നായി ചെയ്തിട്ടുണ്ട്. ചിരിക്കാൻ നന്നായിട്ടുണ്ട്. പഴയ ദിലീപിൻ്റെ കോമഡി മുഴുവൻ വന്നിട്ടുണ്ട്. ഈ 2K കേസിന് ദിലീപിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം 2000 കഴിഞ്ഞാണ് ദിലീപ് ഏറ്റവും ബെസ്റ്റ്. 2000 കഴിഞ്ഞിട്ടുണ്ടായ മിക്ക നല്ല ഹിറ്റുകൾ ദിലീപിൻ്റെ. എന്നാൽ ദിലീപിനെ ദേപ്പൂട്ട് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, നാദർശ്ശിയൊക്കെ ഉണ്ടായിരുന്നു. നാദർശ്ശിക്ക് എന്നെ വലിയ കാര്യം, ബിക്കോസ് എൻ്റെ ഫാദറിൻ്റെ കമ്പനിയിൽ പുള്ളി ജോലി ചെയ്ത വലിയ കാര്യമായിട്ട് സംസാരിച്ചത്. ദിലീപ് ഒരു സ്ട്രൂഡ് ബിസിനസ്മാനാണ്. മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യാൻ കഴിവ് ദിലീപിനാണ്. മലയാളം സിനിമയിൽ മാർക്കറ്റിംഗ് കൊണ്ടുവന്ന പുള്ളിയാണ്. ഒരുപാട് പേരെ പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്. മലയാളം സിനിമ നല്ലതാണ്. പ്രിൻസ് എന്ന പടമാണ്. പ്രിൻസ് ഫാമിലി സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത, പുള്ളിയുടെ ബ്രദറിനെന്തോ ആണ് ഡയറക്റ്റ് ചെയ്ത. ലിസ്റ്റീഫിൻ്റെ ബ്രദറിനെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ലുടുമളിലെന്തോ. ഈ റോള് ദിലീപിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബിന്ദു പണിക്കറായാലും സിദ്ദിഖായാലും എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്കൊരു മലയാളം സിനിമയിലെ തമാശ ഏറ്റവും നന്നായി ചെയ്യുന്നത് ദിലീപ് തന്നെയാണ്. ഞാനത് ദേപ്പൂട്ടിൽ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞത് കോമഡി വിടല്ലേ എന്ന് പറഞ്ഞു. എന്തിനാണ് ഇയാൾ റിവ്യൂവേഴ്സിന് നെഗറ്റീവ് കൊടുക്കുന്നത് മനസ്സിലാവണില്ല. ഇത്രയും നല്ലൊരു പടത്തിന് നല്ലൊരു എൻ്റർടൈനറാണ്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു എൻ്റർടൈനർ, ചിരിക്കാൻ നന്നായിട്ടുണ്ട്. നമ്മുടെ ടെൻഷൻ സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഹാഫിൽ നല്ലൊരു മെസ്സേജും ഉണ്ട്. ഇപ്പോൾ കാരണം സോഷ്യൽ മീഡിയയെക്കുറിച്ച്. എന്തിനാണ് ഇങ്ങനെ നല്ലൊരു മൂവീനെ ഇത്രയും നല്ലൊരു, പക്ഷെ പടം ഹിറ്റാണ്. പടം ഭയങ്കര ഹിറ്റാണ്. ഞാൻ ചിലപ്പോൾ ഭയങ്കര തിരക്കായി. ഞാൻ പറഞ്ഞില്ല, ഈ വർഷം ലാലേട്ടൻ തിരിച്ചു വരും പറഞ്ഞില്ലേ. പുള്ളി തുടരോട് തിരിച്ചു വന്നു. ഇപ്പോൾ ദിലീപ് പ്രിൻസ് ഫാമിലി തിരിച്ചു വന്നു. ഇനി നിവിൻ പോളിയും തിരിച്ചു വരും. ഇതൊക്കെ നല്ല ഫാൻ ബേസുള്ള ആൾക്കാരാണ്. ഇവരൊന്നും ഫീൽഡ് ഔട്ട് ആവില്ല ഒരിക്കലും. നല്ല ഹ്യൂമർ സെൻസുള്ള ആളാണ് ദിലീപ്, നാദർശ്ശിയല്ല. അവർ ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും നല്ലൊരു പടം. നിങ്ങൾ ഈ റിവ്യൂ നെഗറ്റീവിൽ കണ്ടിട്ട് കാണാതിരിക്കരുത്. പടം നല്ലതാണ്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു എൻ്റർടൈനർ, സെക്കൻഡ് ഹാഫ് നല്ലൊരു മെസ്സേജ്.